തൃശൂരിൽ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന ടി.എൻ. പ്രതാപന്റെ നിലപാട് തിരുത്തി ഡി.സി.സി പ്രസിഡന്റ് ജോസ് വള്ളൂർ. കേരളത്തിൽ സി.പി.എമ്മുമായി നേരിട്ടാണ് മത്സരമെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു. തൃശൂരിൽ ബി.ജെ.പിയുമായി സി.പി.എമ്മിന് വിഹിതമായ കൂട്ടുകെട്ടാണെന്നും തൃശൂർ ഡി.സി.സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ആരോപിച്ചു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസും ബി.ജെ.പിയുമായാണ് നേരിട്ട് മത്സരമെന്നായിരുന്നു ടി.എൻ. പ്രതാപൻ എംപിയുടെ നിലപാട്. എന്നാൽ ദേശീയതലത്തിൽ ബി.ജെ.പിക്കെതിരെയാണ് കോൺഗ്രസിന്റെ പോരാട്ടമെങ്കിലും കേരളത്തിൽ ആ സാഹചര്യമില്ലെന്നാണ് ഡി.സി.സി പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ പ്രതികരണം. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം. ആ പോരാട്ടം കേരളത്തിലെത്തുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നത്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേക്കാൾ 20 സീറ്റ് നേടാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. തൃശൂരിൽ കോലീബി സഖ്യമാണെന്ന സി.പി.എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം സി.പി.എം ബി.ജെ.പി അവിഹിത ബന്ധം മറച്ചുപിടിക്കാനാണെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. ബി.ജെ.പി നേതാക്കളെ പ്രതിയായ കൊടകര കുഴൽപ്പണക്കേസ് ആവിയായത് ഈ കൂട്ടുകെട്ട് മൂലമാണെന്നും ഡി.സി.സി പ്രസിഡന്റ് ആരോപിച്ചു. കൊടകര കുഴൽപ്പണ കേസ് എങ്ങനെയാണ് ആവിയായി പോയത്? സത്യത്തിൽ ബി.ജെ.പിയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന അവരുടെ പഴയ അജണ്ട വീണ്ടും പുറത്തെടുത്തിരിക്കും. ടി.എൻ. പ്രതാപന് വേണ്ടിയുള്ള ചുമരെഴുത്തുകൾ പ്രവർത്തകരുടെ ആവേശം മൂലമാണെന്നും ഡി.സി.സി പ്രസിഡന്റ് പറഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പേരൊഴിവാക്കിയുള്ള ചുമരെഴുത്തുകൾ തുടരാനുള്ള നിർദ്ദേശമാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത്. മീഡിയ 1 തൃശൂർ.